അന്ന ഇതാ എല്ലാം കാണിക്കാൻ പോകുന്നു. അങ്കമാലി ഡയറീസ് എന്ന ഒരൊറ്റ ചിത്രത്തിലെ ലിച്ചി എന്ന കഥാപാത്രത്തിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ താരമാണ് അന്ന രേഷ്മ രാജൻ. സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ആക്റ്റീവായ അന്ന ഇപ്പോഴിതാ പേജ് 3 കോളങ്ങളിലും സൈബർ ലോകത്തും വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് മറ്റൊരു കാരണത്താലാണ്. ഇൻസ്റ്റാഗ്രാമിൽ സാധാരണയായി പല സെലിബ്രിറ്റികളും ഇൻഫ്ലുവൻസേഴ്സും പരീക്ഷിച്ചു വിജയിച്ച പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ആ ഫീച്ചർ ഇപ്പോൾ അന്നയും തന്റെ അക്കൗണ്ടിൽ ലൈവാക്കിയിരിക്കുകയാണ്. തന്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് താരം പങ്കുവച്ച പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചകൾക്കെല്ലാം കാരണമായിരിക്കുന്നത്. സാധാരണയായി ഇത്തരം സബ്സ്ക്രിപ്ഷൻ ഫീച്ചറുകൾ വരുമ്പോൾ കാണാൻ പാടില്ലാത്തത് കാണിക്കാം എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ ധരിപ്പിച്ച് തന്നെയാണ് പലരും ആളുകളെ ആകർഷിക്കാറുള്ളത് എന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ഇതൊരു ഡിജിറ്റൽ ബിസിനസ് മോഡലായാണ് ഇന്നത്തെ സെലിബ്രിറ്റികൾ കാണുന്നത്. ഇതിൽ ഒരു തെറ്റും ആരും കാണുന്നില്ല. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളത്തിൽ നിന്നുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ പേർപ്പിൾ എന്ന അശ്വിനി. 20,000-ത്തിലധികം ആളുകളാണ് അശ്വിനിയെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അതായത് മാസം 1 കോടി രൂപയിലധികമാണ് ഈ പെയ്ഡ് സബ്സ്ക്രിപ്ഷനിലൂടെ മാത്രം ഇവർ സമ്പാദിക്കുന്നത്. ഇത്രയും വലിയൊരു വരുമാന മാർഗം മുന്നിലുള്ളപ്പോൾ എന്തുകൊണ്ട് സിനിമാ താരങ്ങൾക്കും ഇത് പരീക്ഷിച്ചുകൂടാ എന്ന ചോദ്യത്തോടെയാണ് അന്നയും ഈ രംഗത്തേക്ക് ചുവടുവെച്ചിരിക്കുന്നത്. എന്റെ ലോകത്തേക്ക് കൂടുതൽ അടുക്കാൻ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന ക്യാപ്ഷനോടെയാണ് അന്ന തന്റെ ഫാൻസിനായി ഈ പുതിയ ഫീച്ചർ അവതരിപ്പിച്ചത്. കുറഞ്ഞ തുകയാണ് അന്ന നിശ്ചയിച്ചിരിക്കുന്നത്. മാസം കൃത്യം 399 രൂപ. തങ്ങളുടെ പ്രിയപ്പെട്ട താരത്തിന്റെ എക്സ്ക്ലൂസീവ് ചിത്രങ്ങളും വിശേഷങ്ങളും കാണാൻ ആരാധകർക്ക് ഈ തുക ഒട്ടൊക്കെ കുറവായതുകൊണ്ട് തന്നെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ 700-ലധികം ആളുകളാണ് അന്നയെ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞത്. പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ വഴി മാസം 400 രൂപ കൊടുത്ത് കാണാൻ മാത്രം എന്താണ് ഈ അക്കൗണ്ടിലുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് സദാചാര ആങ്ങളമാർ പതിവ് പോലെ വിമർശനങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ ഒരു കലാകാരി എന്ന നിലയിൽ സ്വന്തം കോണ്ടന്റിന് മൂല്യം നിശ്ചയിക്കാനും അത് കാണാൻ താല്പര്യമുള്ളവരിൽ നിന്നും മാത്രം പണം ഈടാക്കാനുമുള്ള അന്നയുടെ തീരുമാനത്തെ പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാർ പിന്തുണയ്ക്കുന്നുമുണ്ട്. സിനിമകൾക്കപ്പുറം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സെലിബ്രിറ്റികൾക്ക് വലിയ ഒരു വരുമാന മാർഗമായി മാറുന്ന ഈ സമകാലിക സാഹചര്യത്തെ അന്ന രേഷ്മ രാജന്റെ ഈ പുതിയ ചുവടുവെപ്പ് കാലത്തിനനുസരിച്ചുള്ള മാറ്റം തന്നെയാണ്. സ്വന്തം ആത്മാഭിമാനത്തോടെയും ബിസിനസ് തന്ത്രത്തോടെയും മുന്നോട്ടു പോകുന്ന അന്നയ്ക്ക് നമുക്ക് ആശംസകൾ തീർച്ചയായും നേരാം. എന്താണ് ആ പേജ് എന്നറിയാൻ നിങ്ങൾക്കും ഒരു ആകാംക്ഷ കാണുമെന്ന് എനിക്കറിയാം. സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുണ്ടോ? എന്തായാലും സെലിബ്രിറ്റികൾ ഇൻസ്റ്റാഗ്രാമിൽ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ആരംഭിക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളെ വേറെ ആരെയെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടോ? ചെയ്തിട്ടുണ്ടോ? താഴെ മറക്കാതെ കോമന്റ് ചെയ്യണേ. കൂടുതൽ സിനിമ, സീരിയൽ, പേജ് 3 വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക മറക്കരുതേ.